നമസ്കാരം. അമേരിക്ക ഇസ്രായേൽ ഹമാസ് സംഘർഷം മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നു. സംഘർഷത്തിലേക്ക് ഇറാന്റെ കടന്നുവരവ് യുദ്ധഭീതി കൂട്ടുമെന്ന ചർച്ചകൾ തുടങ്ങിയിട്ട് നാളേറെയായി. ഒടുവിൽ അത് സംഭവിക്കുന്നുവെന്ന തോന്നലുണ്ടാക്കി ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ആക്രമണം. വ്യോമാക്രമണത്തിന് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമൈനിയും പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും രംഗത്തെത്തി. ഭീരുത്വം നിറഞ്ഞ കുറ്റകൃത്യം, മറുപടി ലഭിക്കാതെ പോകില്ല എന്നായിരുന്നു അല്പം ഭീഷണി കലർത്തി റൈസിയുടെ മുന്നറിയിപ്പ്. ഇസ്രായേലിനെ കെട്ടഴിച്ചു വിട്ടതിന് പിന്നിൽ അമേരിക്കയാണെന്ന വിമർശനം. തങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടെന്ന് അമേരിക്ക. ആരോപണ പ്രത്യാരോപണങ്ങൾ നീളുമ്പോൾ ചോദ്യങ്ങളും ഉയരുന്നു. യുദ്ധത്തിൽ ഇറാനും സജീവമാകുന്നു. ശത്രുവിന് ശിക്ഷയും പ്രതികാരവും ലഭിക്കാതെ വ്യോമാക്രമണം തീരില്ലെന്ന ഹെസ്ബുള്ളയുടെ വാക്കുകൾക്ക് പിന്നിലെന്ത്? UN സുരക്ഷാ കൗൺസിൽ വിളിച്ച അടിയന്തര യോഗത്തിൽ സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഉരുത്തിരിഞ്ഞില്ലേ? എന്തുകൊണ്ട് സിറിയ എപ്പോഴും ഇസ്രായേലിന്റെ ലക്ഷ്യമാകുന്നു? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നതും ഈ വിഷയമാണ്. യുദ്ധകാഹളം. ഇന്നത്തെ എൻ്റെ അതിഥികൾ: കോളമിസ്റ്റ് നിർമ്മൽ എബ്രഹാം, UK കൺസർവേറ്റീവ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ടോം ആദിത്യ, മാധ്യമപ്രവർത്തകൻ വർഗീസ് കോരസൺ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ടോം ആദിത്യയിലേക്കാണ്. ശ്രീ ടോം ആദിത്യ ബ്രിട്ടനിൽ നിന്നുള്ള പ്രതിനിധിയാണ്. അപ്പോൾ അങ്ങ് ഏത് രീതിയിലാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഇസ്രായേൽ ഹമാസ് എന്ന രീതിയിൽ നിന്നിരുന്ന ആ സംഘർഷം, അതിനൊക്കെ അപ്പുറമായി ഇതിനിടയ്ക്ക് ഹൂതികളുടെ ഒരു പ്രവേശം വരുന്നു. മറ്റു രാജ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുന്നു. ഇപ്പോഴിത് ഇസ്രായേൽ നടത്തുന്ന ഒരു വ്യോമാക്രമണം അത് മറ്റ് രാജ്യങ്ങളിലേക്ക് ചെല്ലുന്നു, പ്രത്യേകിച്ച് സിറിയയെ ലക്ഷ്യമിടുന്നു എന്ന് വരുന്നു. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് സിറിയ അല്ല ലക്ഷ്യമിട്ടത്. സിറിയ ലക്ഷ്യമിടാനായിട്ടൊരു ഘടകം സിറിയയുടെ സിവിൽ വാർ ആണ്. കാരണം ഒരിടത്തും കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് സിറിയയെ ഒരു സോഫ്റ്റ് ആർഗ്യുമെന്റ് എന്നുള്ളത്. ഇത് ഇസ്രായേൽ വളരെ കണക്ക് കൂട്ടി, ഇസ്രായേലിന്റെ മൊസാദ് പ്രത്യേകം കണക്ക് കൂട്ടി. ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റിസ ഹമദ് സഹീദി, അദ്ദേഹം ഒരു ഇറാനിയൻ റവല്യൂഷണറി ഫോഴ്സിന്റെ, അതിന്റെ ഒരു എലൈറ്റ് ഫോഴ്സ്, റിപ്പബ്ലിക്കൻ ഗാർഡ്സിന്റെ എലൈറ്റ് കോട്സ് ഫോഴ്സിന്റെ കമാൻഡറാണ്. പ്രത്യേകിച്ച് അദ്ദേഹം കൈകാര്യം ചെയ്തത് ലെബനോനും സിറിയയുമായുള്ള കോർഡിനേഷനാണ്. അദ്ദേഹത്തിന്റെ ഒരു റോള് ഇസ്രായേൽ ആരോപിക്കുന്നത്, they have been very much involved in coordination of the October 7th അറ്റാക്കിനെ അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തതെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെയും, അതുപോലെ വേറൊരു ജനറൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെയും കൂടെ ടാർഗറ്റ്, 3 പേര് മരിച്ചു. അല്ലാതെ വേറൊരു ഇതിലൂടെ കൊല്ലപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ഇസ്രായേൽ. അത് 2 രീതിയിലെടുക്കും. ഒന്ന്, തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇസ്രായേലിന്റെ ഒരു പക. 2, ഇതൊരു പ്ലോയാണ്, ഒരു ട്രാപ്പാണ്. ഇസ്രായേൽ വലവിരിക്കുകയാണ് ഇറാനിലെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ യുദ്ധത്തിലേക്ക്. കാരണം ഇറാൻ യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അറബ് കൺട്രീസ് ന്യൂട്രലൈസ്ഡ് ആകും. അത് ഉണ്ടായാൽ ഇസ്രായേലിന് അഡ്വാൻറ്റേജ് കിട്ടും. അമേരിക്കയും കൂടെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു തന്ത്രമാണ് ഇസ്രായേലോട് പരീക്ഷിക്കുന്നത്. പക്ഷേ ഇറാൻ, നമുക്കറിയാം, ഇറാന്റെ സുപ്രീം ലീഡറിന് തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഈ കോട്സ് ഫോഴ്സസിന് ഒരു തകരാറ് സംഭവിക്കുമ്പോൾ തീർച്ചയായും ഒരു റിട്ടാലിയേഷൻ ഉണ്ടാവും. അത് സംഘർഷം എത്രയും വ്യാപിക്കുവാനായിട്ട് ഇടയാകും. ഇതിൽ ബുദ്ധിമുട്ടുന്നത് സാധാരണ മനുഷ്യരാണ്. ഈ ഗാസയിലെ ഇപ്പം തന്നെ 11 ലക്ഷത്തോളം ജനങ്ങള് ഹങ്കറിനെ ഭീതിയിൽ എന്ന് വെച്ചാൽ ദൈനംദിനം പട്ടിണിയിലാണ് ഉള്ളത്. അതൊരു ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻ. എന്തായാലും ഇന്നത്തെ ഒരു ശുഭകരമായ വാർത്ത, ഇതിപ്പോ ഞാൻ ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നതുകൊണ്ട് എനിക്ക് ഇന്നിപ്പം റിലീഫ് ഓപ്പറേഷനിൽ നിന്ന് കിട്ടിയത് ഏകദേശം 300ഓളം ട്രക്കുകളെ ഇന്ന് ഇസ്രായേലിനുള്ളിലേക്ക് കടത്തി വെച്ചു. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ വേൾഡ് സെൻട്രൽ കിച്ചന്റെ 8 വർക്കേഴ്സ് കൊല്ലപ്പെട്ടത് സത്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ്. യുദ്ധത്തില് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ സംഭവം. അപ്പൊ ഒത്തിരി ഈ ഒരു സംഘർഷത്തെ ഒന്ന് സോഫൻ ചെയ്യാൻ ഇസ്രായേലിനെ കൂടെ തന്ത്രമാണ്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഇന്നലെയും ഇന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള ഫോൺ സന്ദേശത്തിൽ പറഞ്ഞത്, വി വിൽ ചേഞ്ച് ദ പോളിസി, അവർ ടാക്ടിക്സ് ആൻഡ് മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ചെയ്തില്ലെങ്കിൽ ഇസ്രായേലിനെ വോൺ ചെയ്യണം. ദേ മേ ചേഞ്ച് എന്നുള്ള ഒരു കാര്യം. അമേരിക്കയിലും ഇലക്ഷൻ വരിക, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ
ആണ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ നിർമ്മൽ എബ്രഹാം, എന്തായാലും ഈ ഇറാനെ കൂടെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുക അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക, അത്തരത്തിലൊരു തന്ത്രം ഇസ്രയേൽ പ്രയോഗിക്കുന്നുണ്ടോ? ഇറാൻ യുദ്ധത്തിലേക്ക് വരും വഴി ഈ ചിരവൈരികളായ അമേരിക്ക യുദ്ധത്തിലേക്ക് വരും, കൂടുതൽ പിന്തുണ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും, ഈ രീതിയിലൊരു തന്ത്രം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? അല്ല, ഇസ്രായേൽ അങ്ങനെ ഒരു തന്ത്രം പയറ്റിയാൽ തന്നെ അത് ഫ്രൂട്ട്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പൊ ഈ 2024 നവംബർ ഇത് ഇലക്ഷൻ ഇയർ ആണ്, അമേരിക്കൻ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അതുപോലെ തന്നെ 2 വാറുകളുടെ ഇമ്പാക്ട് ലോകം മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് ഇനി ഒരു ഫെർദർ എസ്കലേഷനിലോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക പോലും ഈ ഒരു സ്റ്റേജിൽ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ഒരുപക്ഷെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും. ഇപ്പൊ കാരണം അറബ് വേൾഡിനെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇറാൻ റെസ്പോണ്ട് ചെയ്തപ്പോഴും അവർ പറഞ്ഞു ഞങ്ങളുടെ അറ്റാക്സ് വളരെ ലിമിറ്റഡ് ആയിരിക്കും, വളരെ പ്രിസൈസ് ആയിരിക്കും, അതിനപ്പുറത്തോട്ട് ഒരു അറ്റാക്കിലോട്ട് നമ്മൾ പോകുന്നില്ല എന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ആണെങ്കിൽ തന്നെ അബദ്ധം പറ്റിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ടാർഗറ്റഡ് അറ്റാക്ക് ആയിരുന്നു. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജനറലി ഇപ്പോ അമേരിക്കയുടെ ആദ്യമായിട്ടാണ് ഒക്ടോബർ 7 ശേഷം ആദ്യമായിട്ടാണ് കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഇതിലോട്ട് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇത്രയും നാളും അൺകണ്ടീഷണൽ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ലീഗൽ ഇംപ്ലിക്കേഷൻസ് കാണില്ല, ആരും ചോദ്യം ചെയ്യില്ല, ഒരു തരത്തിലുള്ള അറ്റാക്കും തിരിച്ചുണ്ടാവില്ല, ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കാണും എന്ന് പറഞ്ഞിരുന്ന അമേരിക്ക ആദ്യമായിട്ട് ഒരു ക്യാവിയേറ്റ് അവിടെ വെച്ചു. അത് തന്നെ ഒരു ചേഞ്ച് ആണ്. രണ്ടാമത് ഇസ്രായേലിനെ പബ്ലിക് ഇമേജ് നശിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ പബ്ലിക് ഇമേജിനും ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ബൈഡന്റെ വലിയൊരു വോട്ട് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അതൊരു ലെഫ്റ്റ് വിങ് വോട്ട് ബേസ് ഉണ്ട്. ആ ലെഫ്റ്റ് വിങ് ഫാക്ഷൻ ഭയങ്കരമായ പ്രഷർ ചെലുത്തുന്നുണ്ട് ബൈഡനോട് ഇത് നിർത്താനായിട്ടും സീസ് ഫയർ കൊണ്ടുവരാനായിട്ടും. ഇൻഫാക്ട് കഴിഞ്ഞ വർഷത്തെ വെച്ച് ഗാലപ്പിന്റെ പോൾസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന പോൾസിൽ 70% ആളുകളാണ് അമേരിക്കയിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് 58% കുറഞ്ഞു. 18-നും 34 വയസ്സിനിടയ്ക്കുള്ളവരുടെ സപ്പോർട്ട് 34% ആയിട്ട് കുറഞ്ഞു. സോ ശരിക്കും നല്ല രീതിയിലുള്ള ഒരു കുറവ് സപ്പോർട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇസ്രായേലിലും. ഇസ്രായേൽ ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന് എന്തോ വിജയമായിട്ട് ആളുകൾ പ്രൊജക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതല്ല അതിന്റെ സത്യം. ഇപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രൊട്ടസ്റ്റുകൾ ഇസ്രായേലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ മാറ്റണമെന്നും പുതിയ ഇലക്ഷൻ കൊണ്ടുവരണമെന്നും ഓപ്പോസിഷൻ ലീഡേഴ്സ്, അതായത് ഈ അറ്റാക്ക് നടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ഓപ്പോസിഷൻ ലീഡേഴ്സ് ഇപ്പൊ തിരിഞ്ഞു. അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ പുറത്താക്കുക, സെപ്റ്റംബറിൽ അടുത്ത ഇലക്ഷൻ വെക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേജായി. സോ ഇതൊരു ടിപ്പിംഗ് പോയിന്റിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടുന്ന് അങ്ങോട്ട് അമേരിക്ക എങ്ങനെയാണ് അവരുടെ അമേരിക്കയുടെ ഡിസൈനും ഐഡിയയും എങ്ങനെയാണ് അതിനനുസരിച്ച് ഈ വാർ നാവിഗേറ്റ് ചെയ്ത് പോകാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അത് തന്നെയാണ്. ശ്രീ വർഗീസ് കോറിസൺ ഒരു മാധ്യമപ്രവർത്തകനാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ഇവിടെ അമേരിക്കയിൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്, ഏറെ ജാഗ്രതയോടുകൂടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ നോക്കിക്കാണേണ്ട സമയമാണ്. ഇപ്പോൾ തന്നെ പലയിടത്തെയും യുദ്ധത്തിന് കൈയടിച്ചതിൻ്റെയും പേരിൽ ജോ ബൈഡൻ വളരെയധികം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ നിർമ്മൽ എബ്രഹാം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയിലും വലിയ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും, ഇപ്പോൾ നിർമ്മൽ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെ ഇതിലെ ഒരു സ്ട്രാറ്റജി ഏത് രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്യപ്പെടുക? അതിലുപരിയായി അമേരിക്കൻ ജനത ഇതിനെ എങ്ങനെയായിരിക്കും കാണുന്നത്? ചോദ്യം വളരെ വ്യക്തമാണ്. കാരണം അമേരിക്കൻ ഇലക്ഷൻ ഫേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇലക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ അമേരിക്ക ഇലക്ഷന് വേണ്ടി ഒരുങ്ങുന്ന ഒരു സമയം. അപ്പൊ അതിന്റെ ഫോറിൻ റിലേഷൻസും ഇതുവരെയുള്ള ഇമ്പാക്റ്റും എല്ലാം കൂടെ ഒന്ന് വേൾഡ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് ബൈഡന്റെ കേപ്പബിലിറ്റിയും മെഷർ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ക്രിട്ടിക്കലാണ് ഈ ഗാസയിലെ വിഷയങ്ങളും അതുപോലെ ഇസ്രായേലിന്റെ അറ്റാക്കുകളും ഒക്കെ. ഒക്ടോബറിലെ ആ പ്രശ്നം ഉണ്ടായതിനു ശേഷം ലോകത്ത് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ എല്ലാ എംബസികളുടെ മുമ്പിലും പ്രോ ഗാസ ശബ്ദം ഉയരുകയാണ്. ഇപ്പൊ ലോകം മുഴുവൻ ആ ഒരൊറ്റ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, ഫ്രീ ഗാസ. ഇതിപ്പം അമേരിക്കയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇത് തന്നെയാണ് കേൾക്കുന്നത്. എല്ലാ കോർണറിലും പ്രോ പാലസ്തീനിയൻ ഫ്ലാഗ് വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇസ്രായേലിനെ അമ്പരപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇത് ഇസ്രായേൽ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം ആദ്യം ഇത് ഇമ്പാക്ട് ഉണ്ടാക്കിയത് പലസ്തീനിയൻസ് ആണ്. ഇത് ഇസ്രായേൽ ഉണ്ടാക്കിയൊരു വാറല്ല. പക്ഷെ എന്നിരുന്നാലും അതിന്റെ കോഴ്സ് ഓഫ് പീരീഡ് ഓഫ് ടൈമിൽ ഇത് നേരെ ഇസ്രായേലിനെ തിരിച്ച് ബാക്ക് ഫയർ ചെയ്യുമെന്ന് അറിയാം. പക്ഷെ വിത്ത് അവരുടെ ഷോർട്ടസ്റ്റ് പീരീഡ് ഓഫ് ടൈം അവർക്ക് ക്ലിയർ ഔട്ട് ചെയ്യാവുന്നതും അവർ പ്രതീക്ഷിക്കാതെ മുമ്പിൽ വന്ന എല്ലാ എനിമോസിറ്റിയെയും
അപകടങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ട് മൈൻഡ് സ്വീപ്പ് ചെയ്തിട്ട് വേണം ഇനി അവർക്ക് നമ്പർ 1 മുതൽ തുടങ്ങാൻ. അതുകൊണ്ടാണ് അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഗാസയിൽ അവർ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഇത്രയും വലിയ ഓപ്പറേഷൻസ് ഹമാസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതിനെ പറ്റി ലോകത്തിന് പോലും അറിയത്തില്ല. ഇത്രയും ടണലുണ്ടാക്കി. ഇപ്പൊ പറയുന്നുണ്ട് ഇത് അമേരിക്ക ഏത് രീതിയിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളത് അമേരിക്ക വളരെ 2 രീതിയിലും ഇത് മനസ്സിലാക്കുന്നുണ്ട്. മുമ്പിൽ വെളിയിൽ നിന്നിട്ട് ഗാസയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവർ പോലും വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്. കാരണം അവര് ഒരു ഫാക്ട് റിയലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒരു ഇസ്രായേൽ എന്നൊരു രാജ്യത്തിന്റെ ഇൻഡിപെൻഡന്റ് സോവറിനിറ്റി അവിടെ കീപ്പ് ചെയ്യുകയും അത് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ആണെന്നും വളരെ സുനിശ്ചിതമായിട്ട് അമേരിക്കക്കാർക്ക് അറിയാം. അത് നിലനിൽക്കേണ്ടതും ആവശ്യമാണ്. അതേസമയം 2 സ്റ്റേറ്റ് സൊല്യൂഷൻസ് എന്ന് ഇങ്ങനെ പറയുമെങ്കിലും അതിന്റെ എന്തുമാത്രം ആത്മാർത്ഥത ഉണ്ടെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. പിന്നെ ഇതൊരു വാർ ടൈമാണ്. ഇതിനകത്ത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന വിഷയം എന്ന് പറയുന്നത് പിന്നെ ഡെമാസ്കസിലെ ഇറാൻ എംബസിയിലുള്ള അറ്റാക്കാണ്. അത് വളരെയധികം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. അതിന്റെ ടൈം ആൻഡ് പെർഫെക്റ്റ് അതിന്റെ മെറ്റിക്കുലസ് ഓപ്പറേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാ വൈകുന്നേരം ഈ ജനറലെ അവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് അനക്സിലേക്ക് പോകുന്ന എക്സാക്ട് ടൈം വെച്ചിട്ട് ദി ഇൻഫർമേഷൻ ദേ ഗോട്ട് ഇറ്റ് ആൻഡ് ദേ കിക്ക് ഇറ്റ് വെരി നൈസ്ലി ഓൺ ടൈം ഓൺ ടാർഗറ്റ്. ഇത് വളരെ ഒരു പ്രിസൈസ് ഓപ്പറേഷനാണ്. ഇത് ലോകത്തിന് ഇസ്രയേൽ കൊടുക്കുന്ന ഒരു ഓപ്പറേഷൻസിന്റെ അവരുടെ ഒരു ബേസാണ്. ഇത് എല്ലാം അമേരിക്ക വാച്ച് ചെയ്യുന്നുണ്ട്. അമേരിക്കയും ഇതുപോലുള്ള ത്രെട്ട് മുമ്പ് കണ്ടുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം ഇവിടെയും ലോക്കലായിട്ടുള്ള ടെററിസ്റ്റ് തിങ്കിങ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെയും കണ്ടെയ്ൻ ചെയ്യേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഈ ഓപ്പറേഷൻസ് ലോകത്തിന്റെ എല്ലാ അമേരിക്കൻ എംബസികളിലും അമേരിക്കയുടെ ഇൻട്രസ്റ്റും കീപ്പ് ചെയ്യേണ്ടത് അമേരിക്കയുടെ താല്പര്യമാണ്. അതിന് ഇന്ന് ഉള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ് ഇസ്രയേലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ മനസ്സ് എവിടെയോ ഇസ്രയേലിൽ ഉടക്കി നിൽക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ ടോമാദിത്യ, ഈ പറയുന്നത് പോലെ ഇത്തരത്തിലൊരു ആക്രമണം, അത് സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ഇത്രയധികം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഈ ഇത്രയധികം സംഘർഷഭരിതമായി നിൽക്കുന്ന പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റൊന്ന്, ഇത് ശത്രുവിന് ശിക്ഷ ലഭിക്കാതെ ഈ വ്യോമാക്രമണം തീരില്ല എന്ന് പറയുന്ന ഹെസ്ബുള്ളയുടെ ഒരു പരാമർശം, ഇറാൻ യുദ്ധത്തിലേക്ക് വരുന്നു എന്ന ഒരു പ്രതീതി, ഹൂതികൾ ഓൾറെഡി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല കക്ഷികളും ഇതിലേക്ക് ചേരുമ്പോൾ എന്തായിരിക്കും ഇനിയുള്ള ഒരു അവസ്ഥ? ഇറാന് ഒരു ഫോർമഡബിൾ ഫോഴ്സ് ആണ്. സൗദിയും ഇറാനും തമ്മിലുള്ള പ്രോക്സി വാർ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ ഇസ്രായേലും ഇറാനും എടുക്കുമ്പോൾ ഇസ്രായേലിനേക്കാൾ എത്രയോ ഇരട്ടി വലിയൊരു രാജ്യമാണ് ഇറാൻ. ഫോഴ്സസ് അല്ലെങ്കിൽ അതിന്റെ ലാൻഡ് ഏരിയ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ടെക്നോളജി വൈസ് മാത്രമേ ഉള്ളൂ. പേഴ്സണൽ പട്ടാളക്കാരും മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇറാൻ ഫാർ ബിഗറാണ്. നമുക്കറിയാം ഇറാൻ കഴിഞ്ഞ വർഷം, അതായത് 2023 ജൂണിലാണ് അവരുടെ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. അവരുടെ 870 റേഞ്ചിലുള്ള അവരുടെ ഒരു മിസൈൽ, ഫത്ത മിസൈൽ, ഒരു ബാലിസ്റ്റിക് മിസൈല് അവർ ഹൈപ്പർസോണിക് മിസൈലാണ് അവർ ഡെവലപ്പ് ചെയ്തു. അതായത് ഇസ്രായേലിനെ കവർ ചെയ്യുന്നതുകൊണ്ടാണ് അത് നേരെ തന്നെ ഫത്ത എന്നതിന്റെ പേര്. ഫത്ത മീൻസ് ദ കോങ്കറർ, ഫാർസി ലാംഗ്വേജ് ഉള്ളതാണ്. അവര് വളരെ സ്പീഡ് ഇത് അവർ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചല്ലോ ഞങ്ങൾ അതുകൊണ്ടെന്ന്. അപ്പം ഇസ്രായേൽ നോക്കുകയാണ്, ട്രൈങ് ടു ചുരണ്ടി നോക്കുകയാണ് ഇവൻ എത്രയും പവർ ഉണ്ട്, കമോൺ ഡിയർ എന്ന് പറയുന്ന ഒരു സന്ദേശം കൂടെ കൊടുക്കുക. അപ്പൊ അവര് നോക്കിക്കൊണ്ട് ഹൈ അലേർട്ട് തന്നെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവര് നോക്കുന്നത്. ഒരു റിറ്റാലിയേഷൻ മിസൈൽ അറ്റാക്ക് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇറാൻ. ഇതുപോലെ തന്നെ US ഫോഴ്സസ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള ഫോഴ്സസ്, അതായത് ലഫ്റ്റനന്റ് ജനറൽ അലക്സസ് പറയുന്നത് ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താലും ഇസ്രായേലിനെ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇറാന് കൂടുതൽ അവിടെ വികാരം ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ജനങ്ങളുടെ ഒരു കേടി കിട്ടുന്നത് അമേരിക്കയെ അടിക്കുമ്പോഴാണ്. അതുകൊണ്ട് അമേരിക്ക ഫോഴ്സസും അലേർട്ടിലാണ്. സോ അമേരിക്കക്കെതിരെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോ ബൈഡന്റെ ഇലക്ഷൻ സാധ്യതയെ വല്ലാതെ ബാധിക്കും. എന്തായാലും ഇത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ഇതിനകത്തൊരു സ്ലോ ഡൗൺ കാണിക്കുന്നതാണ്. ഇന്നത്തെ ഈ പ്രത്യേകിച്ച് ട്രക്കുകൾ, ഇത്രയും ട്രക്കുകളെ അകത്തേക്കിട്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിന്റെ ഇന്നത്തെ ഒരു ഇതിനകത്ത് വേൾഡ് സെൻട്രൽ കിച്ചന്റെ അതിനകത്തുള്ള അവരുടെ മനസ്താപവും മാത്രമല്ല, ഇവരും പലപ്പോഴും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പല ആളുകളും ഈ കോൺവോയ്, ഈ ഫുഡ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന റിലീഫ് കോൺവോയ് അനുഭവിക്കാറുണ്ട്. അവർ പറയുന്നത് ഇത് അനുവദിച്ചില്ലെങ്കിൽ ഹമാസിന്റെ ആൾക്കാർ ഈ ഫുഡ് ആർട്ടിക്കിൾസ് തട്ടിയെടുത്തോണ്ട് പോകും.
സോ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അവർക്ക്. അപ്പൊ എന്തായാലും ഈ സാധാരണ മനുഷ്യർക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ഈ വിഷയം സോർട്ടർ ആകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ പോലെ ഇനിയും നമുക്ക് ഈ വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെയും ഈ ഇറാനിന്റെയും ഈ ഫോഴ്സസിന്റെ തമ്മിലുള്ള ഒരു നേരിട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എങ്കിൽ പോലും ഒരു സിംബോളിക് അറ്റാക്കിലൂടെ പ്രശ്നം എനിക്ക് ഇസ്രായേലിന് ദേ വോണ്ട് ടു ഡ്രോ അമേരിക്ക ഇൻ ടു ദ വാർ. ദാറ്റ്സ് വൺ ഓഫ് ദ തിങ്സ്. ഇസ്രായേലിന്റെ അവരുടെ ഒരു ട്രാപ്പ് എന്റെ കാഴ്ചപ്പാടിൽ അതിന് എത്രത്തോളം അമേരിക്ക വഴങ്ങാതിരിക്കട്ടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്രയും കണ്ടെയ്ൻഡ് ആകട്ടെ ഈ വാർ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഈ ആക്രമണത്തിന് ശേഷം UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റഷ്യ പറയുന്നു ഇക്കാര്യത്തിൽ ഒരു ചർച്ച വേണം, UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിക്കുന്നു. പക്ഷേ ഇത്തരത്തിലൊരു അടിയന്തര യോഗത്തിലും ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ എന്നതിലുപരിയായി ഒരു പരിഹാരം ഉരുത്തിരിയുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഈ UN എന്തുകൊണ്ടാണ് ഇത്രയധികം എന്ത് പറയുന്നത്, ഈ യുദ്ധങ്ങളെ തടയാനോ അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കാനോ സ്ഥാപിക്കപ്പെട്ട ഒരു ഏജൻസി അതിന്റെ ഒരു പരാജയമെന്ന് വിളിക്കാമോ അതിനെ? ഏജൻസിയുടെ സ്ട്രക്ചറിന്റെ പരാജയം എന്ന് വിളിക്കാം. കാരണം ഈ സ്ട്രക്ചർ ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ വാറുകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ വീറ്റോ പവർ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ആ ഒരു സ്ട്രക്ചറാണ് പ്രശ്നം. ഇപ്പൊ റഷ്യയുടെ വാർ കണ്ടില്ല, ആരാണ് അവരെ വീറ്റോ ചെയ്തത്? റഷ്യ തന്നെ വീറ്റോ ചെയ്ത് രക്ഷപ്പെട്ടു. ഈ 2023 ഒക്ടോബർ 7 ഉണ്ടായ അറ്റാക്കിന് ശേഷം 3 തവണ സ്പെഷ്യൽ റെസൊല്യൂഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ വെച്ചപ്പോൾ 3 തവണയും ഒക്ടോബറിലും ഡിസംബറിലും ഫെബ്രുവരിയിലും അമേരിക്ക വീറ്റോ ചെയ്തു. ആദ്യമായിട്ടാണ് ഈ മാർച്ച് അവസാനം വെച്ച റെസൊല്യൂഷനിൽ അവർ എതിര് പറഞ്ഞില്ല, പക്ഷെ അബ്സ്റ്റെയിൻ ചെയ്തു നിന്നു. അതുകൊണ്ട് അത് പാസ്സായി. പക്ഷെ പാസ്സാകുന്നതും ഇംപ്ലിമെന്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. സോ അതുകൊണ്ട് യുഎന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുഎന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ചൈന അവിടെ വീറ്റോ ചെയ്യും. റഷ്യ അതിന്റെ അലൈസിനെ അറ്റാക്ക് ചെയ്താൽ റഷ്യ വീറ്റോ ചെയ്യും. അമേരിക്കയുടെ അലായ ആയിട്ടുള്ള ഇസ്രായേലിനെ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക വീറ്റോ ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റം അങ്ങ് ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഈ വാറുകളൊന്നും നിന്നു പോകാത്തത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നേരത്തെ ശ്രീ ടോം സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെയും അമേരിക്കയുടെയും പബ്ലിക് ഇമേജ് ബാധിച്ചിരിക്കുന്നതുകൊണ്ടും ഇതൊരു തോൽവിയായിട്ട് ലോകത്തുള്ള പല രാജ്യങ്ങളും കണ്ടു തുടങ്ങി. ഇപ്പൊ കാനഡയും നെതർലൻഡ്സും സ്പെയിനും ജപ്പാനും ഒക്കെ ഒരുപാട് നാളുകളായിട്ട് ആംസ് വിറ്റുകൊണ്ടിരുന്ന ആംസ് ആൻഡ് അമ്യൂണിഷൻ ഇസ്രായേലിന് വിറ്റുകൊണ്ടിരുന്നതാണ്. അവർ ആ പരിപാടി നിർത്തി. ഒരുപാട് രാജ്യങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യമാണ് ഇസ്രായേലിൽ നിന്ന് ആംസ് ആൻഡ് അമ്യൂണിഷൻ മേടിക്കുക എന്നുള്ളതും. അതും പല രാജ്യങ്ങളും നിർത്തി. സോ ഗ്രാജുവലി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൊഴിഞ്ഞുപോക്കൊണ്ട് സർവേകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആളുകളുടെ താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് ഇസ്രായേലിനോട്. അമേരിക്കയ്ക്കുള്ളിൽ തന്നെയും ഇസ്രായേലിനുള്ളിൽ തന്നെയും അതേ താല്പര്യം കുറഞ്ഞു വരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാറിന് വിജയിക്കാൻ വേണ്ടി ഇത്രയും നാളും 6 മാസം 33,000-ഓളം ജീവനുകൾ, 75,000-ഓളം പരിക്കുകൾ, അതിനപ്പുറം ഈ സ്കൂളുകളും ഹോസ്പിറ്റലുകളും എന്തൊക്കെ കാരണമായിക്കോട്ടെ, ഹോസ്പിറ്റലുകളും അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ഇപ്പോഴേ എയ്ഡ് വർക്കേഴ്സിനെ വരെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു, അറിഞ്ഞോ അറിയാതെ ആയിക്കോട്ടെ. പക്ഷെ ഇത്രയും ചെയ്തിട്ടും വിജയം ആയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു പരാജയമല്ലേ എന്നുള്ളതാണ് ചോദ്യം. സോ അങ്ങനെ ഇരിക്കെ ഇനി അമേരിക്ക സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, ഇനി അമേരിക്ക ഈ വാറിലോട്ട് ഫർദർ അടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബൈഡന്റെ സാധ്യതയും ബാധിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു എസ്കലേഷൻ ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. അതെ, താങ്ക് യു. ശ്രീ വർഗീസ് കോരസൻ, ഇപ്പോൾ ഇത് ഇറാനെതിരായ ഒരു പരസ്യമായ തുറന്ന യുദ്ധപ്രഖ്യാപനം ഇസ്രയേൽ നടത്തിയിരിക്കുന്നു എന്ന് വിലയിരുത്തുന്ന നിരവധി പേർ ഇറാനിൽ തന്നെയുണ്ട്. അപ്പോൾ ഇറാൻ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ഈ ഒരു പ്രതിസന്ധിയിൽ നിശബ്ദരായിരുന്നു കഴിഞ്ഞാൽ അത് ഇറാന്റെ സ്ഥാനത്തെ ദുർബലമാക്കുന്നു. അതുപോലെ തന്നെ അവരുടെ സായുധ സേന, അവരുടെ കമാൻഡർമാരെ കൂടുതൽ പേര് ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നു. ഇറാൻ വളരെ നിശബ്ദമാക്കപ്പെടും എന്ന ഒരു പ്രവചനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ യുദ്ധത്തിലേക്ക് സൈനികമായി പ്രവേശിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അത് ആ രീതിയിലായിരിക്കുമോ? ഇറാന് ഈ യുദ്ധത്തില് നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും ഇന്ന് ലോകത്തിലെല്ലാം അറിയാവുന്ന ഒരു കാര്യം, ഇറാൻ ഇതിന്റെ ഒരു ഷാഡോ വാർ ആണ് ഇവിടെ നടക്കുന്നത്. ഇറാന്റെ ഹെസ്ബുള്ളയാണ് ഗാസയിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പം ഇത് ഇനിഷ്യേറ്റ് ചെയ്തേക്കുന്നത് പ്രശ്നം ഉണ്ടാക്കിയെന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് അവർ ഇനിഷ്യേറ്റ് ചെയ്തേക്കുന്നത്, സ്പെറപ്പ് ചെയ്തേക്കുന്നത് അത് ഹെസ്ബുള്ളയാണ്. ഹെസ്ബുള്ളയുടെ ടാർഗറ്റ് എൻ്റെ അസസ്മെന്റിൽ പലസ്തീനിയൻ കോസ് അല്ല. പലസ്തീനിയകളെ ഫ്രീ ചെയ്യുകയും പലസ്തീനിയകൾക്ക് വേണ്ടി അല്ല അവരെ നിൽക്കുന്നത്. അവിടെ ഇറാനിയൻ കോസിന് വേണ്ടിയാണ് ഹെസ്ബുള്ള നിൽക്കുന്നതാണ് ഒരു ജനറൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പലസ്തീനുകൾക്കാണ്.
അവിടുത്തെ ഹോസ്പിറ്റൽസും അവിടുത്തെ റോഡുകളും ഈ കിട്ടുന്ന ഫണ്ടുകളെല്ലാം എവിടെ പോകുന്നു അറിയില്ല. ഇതൊന്നും പലസ്തീനികളുടെ അവരുടെ സംരക്ഷണത്തിനോ അവരുടെ സുരക്ഷിതയ്ക്കോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇത്രയും കാലം എന്നുള്ളത് വ്യക്തമാണ്. ഇതിപ്പോ ഒരു വാർ ടൈമാണ്. ഇത് വാർ ഇനിഷ്യേറ്റ് ചെയ്തേക്കുന്നത് ആരാണെന്നറിയാം. പക്ഷെ ഇത് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ് നടന്നു ഇപ്പോൾ ഇറാന്റെ ടാർഗറ്റില്. അത് വളരെ സ്പോട്ട് ഔട്ട് ആണ്. അവർ നേരെ ആ പേരും പടവും ഉൾപ്പെടെ നേരത്തെ പറഞ്ഞാണ് ഇതാണ് ഞങ്ങളുടെ ടാർഗറ്റ്, ഇത്രയും പേരെ ഞങ്ങൾ കൊല്ലും എന്ന് ഇസ്രയേൽ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ അവരുടെ ഓപ്പറേഷൻസ് വളരെ സൂക്ഷ്മമായിട്ട് ഒരു നിരീക്ഷിക്കുകയും അത് അറ്റാക്ക് ചെയ്യുകയും ചെയ്തത് ഇസ്രായേലിന്റെ ഒരു ഓപ്പറേഷനാണ്. അതിനെ ജസ്റ്റിഫൈ അല്ല ഞാൻ പറയുന്നത്. ദർ ഇസ് എ ബിഗ് കാഷ്വാലിറ്റി, ദർ ഇസ് എ വാർ, ദർ ഇസ് ഓൾവേസ് എ കൊളാറ്ററൽ ഡാമേജ്. ഹൗ മെനി ഇന്നസെന്റ് പീപ്പിൾ ആർ ഡൈങ്. പക്ഷെ ഈ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ മിഷൻസ് ഇന്റർനാഷണൽ ഓരോ രാജ്യങ്ങളുടെ മിഷൻസ് അത് അവിടുത്തെ സിറ്റിസൻസിന് വേണ്ടിയുള്ള സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അവിടുത്തെ ഒരു മിലിറ്ററി സൂപ്പർവൈസേഴ്സ് വന്നിട്ട് ഒരു സ്ട്രാറ്റജിക് പ്ലേസിലുള്ള ഒരു കൺട്രിയുടെ ഇൻട്രസ്റ്റിലുള്ള മിഷനിൽ വന്നിരുന്നിട്ട് അവിടുന്ന് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തുകയല്ല ഒരു മിഷന്റെ ഉദ്ദേശം. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാറി. ഇത് ഇന്റർനാഷണൽ എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ എയ്ഡ് വർക്കേഴ്സിന്റെ ഉടുപ്പിട്ടിട്ട് ചെയ്യുന്ന ജോലികളും മറ്റു പല കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു വാർ ടൈമിൽ ഇങ്ങനെയുള്ള കാമഫ്ലാഗ്ഡ് രീതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇറാനിൽ, യുക്രൈനിലും റഷ്യയിലും ഇത് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു സ്ട്രാറ്റജിക് ഈ ഒരു രീതിയിലുള്ള യുദ്ധം ഇനിയും ഉണ്ടാകും. അത് ഈ മൂടുപടം മറഞ്ഞു വരികയാണ്. ഇതൊരു സ്ലിപ്പറി സ്ലോപ്പ് എസ്കേപ്പ് ആണ്. എസ്കലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊപ്പോർഷണൽ റെസ്പോൺസ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേ മതിയാകുള്ളൂ എന്നുള്ളതാണ് ഈ ഇറാന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷേ ഇറാന്റെ ടോപ്പ് ലീഡേഴ്സിന് എതിരായിട്ട് സിവിലിയൻസ് വളരെയധികം ശബ്ദിക്കുന്നുണ്ട്. അവർ ഏത് നിമിഷവും പുറത്ത് ഈ ഇറാന്റെ മിലിറ്ററിയെയും ഇറാന്റെ തിയോക്രാറ്റിക് ലീഡർഷിപ്പിനും എതിരായിട്ട് അവിടെ റിവോൾട്ട് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം ഞാൻ ഇവിടെ അമേരിക്കയിൽ താമസിക്കുന്ന ഇറാൻകാരുമായിട്ടൊക്കെ വളരെയധികം സംസാരിക്കുമ്പോൾ അവർ വളരെയധികം അവർക്ക് ഈവൻ ഈ അമേരിക്കൻ പാസ്പോർട്ട് കൊണ്ട് ഇറാനിൽ പോലും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ മേലാത്തൊരു കണ്ടീഷനിലാണ്. അത് വളരെയധികം ആൾക്കാരെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഭരണമാണ് ഇന്ന് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരു മോചനം ഇറാൻകാർക്കും വേണം. പക്ഷെ അവരെ ഫീഡ്ബാക്ക് ചെയ്യും, അവരുടെ ഇൻട്രസ്റ്റിനെ കീപ്പ് ചെയ്യുകയും ചെയ്യത്തക്ക രീതിയിൽ ഗവൺമെന്റ് ആക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇതാണ് അവരുടെ ട്രാപ്പ്. ശരി, ശ്രീ ടോമാദിത്യ, നമ്മൾ പണ്ട് നമ്മുടെ നാട്ടുഭാഷയിൽ പറയും കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ തന്നെ എവിടെയോ ഒക്കെ ഇൻഡയറക്ട്ലി ഇറാന്റെ ഒരു പങ്ക് ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ കൊണ്ട് തന്നെ യുദ്ധത്തിനൊരു പരിഹാരം എന്ന രീതിയിൽ ഇതിനെ കാണാനാവുമോ? ക്രിസ്ത്യൻ പറഞ്ഞത് ശരിയാണ്. സുപ്രീം ലീഡർ October 3 അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ഈ ഇസ്രായേലുമായിട്ട് മുസ്ലിം കൺട്രീസ് ഒരു സന്ധിബന്ധം ഉണ്ടായത്. കാരണം എബ്രഹാം അക്കോർഡ്, ഐ തിങ്ക് യു നോ ദാറ്റ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പം സൗദിയും UAE ഒരു നോർമൽസിയിലേക്ക് വന്നു. സൗദി വരുമോ എന്നുള്ള ഒരു ചങ്കപ്പാണിക്കുമ്പോഴാണ് October 3 അദ്ദേഹം ആ പ്രസ്താവന. 2-3 ദിവസം കഴിഞ്ഞു October 7 അറ്റാക്ക് ചെയ്തു. സാറിന് പറഞ്ഞ ഒരു കാര്യം ക്ലിയർ ആണ്. ഒരു ഇറാനിയന്റെ ഒരു പ്രോക്സി വാർ ഇതിനകത്തുണ്ട്. കാരണം ഹിസ്ബുള്ള, ഹമാസ് ഇത് രണ്ടും ബാക്കപ്പ് ചെയ്യുന്ന ഇറാനാണ്. ഹമാസ് ഇസ് എ സുന്നി ബാക്കപ്പ് ഇൻ ദാറ്റ് ഇറാനിയൻ ഷിയറ്റ് ഫാമിലി. പക്ഷെ അവരെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിനുവേണ്ടി കോർഡിനേഷൻ നടത്തിയ വ്യക്തിയാണ് ഇവർ ഒരാളെയും കൂടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം they were also looking for another Iranian commander as well. എന്തായാലും അദ്ദേഹത്തെ മിസ് ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ അവരെയും കൂടെ നോക്കിയാണ് ഈ യുദ്ധത്തിന്റെ ഇതിലേക്ക് പോയത്. നമ്മളിപ്പോ ശ്രദ്ധിച്ചാൽ അതുകൊണ്ട് ഇറാനിനെ കൊണ്ട് തന്നെ ഇതിന്റെ വിഷയങ്ങൾ അതിന്റെ they want to hit directly. സോ അതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. സോ they were actually trying to wipe out the links they have with not only ഹമാസ് അല്ലാതെ അവിടെ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ഗ്രൂപ്പുകളെ കോർഡിനേറ്റ് ചെയ്യും. പക്ഷെ ഇതിനകത്ത് അമേരിക്കയ്ക്കുള്ള ഒരു വിശ്വാസത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they have already used the name Quds Forces. ഇതിനെ അവരെ CIAയും അവരുടെ ജോയിന്റ് ഫോഴ്സസ് കമാൻഡിന്റെയും കൂടെ ഉള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ഇതാണ് ഈ Quds Forces എന്നാണ് അമേരിക്കനാണ്. They already targeted them as a terrorist organization. കാരണം അവരെ അടിച്ചതിന്റെ പേരിൽ ഇവർക്ക് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ വലുതായിട്ട് കയറി പറയാനും പറ്റില്ല, മനസ്സിലായി. സോ ഈവൻ ദോ they are part of Iranian military establishment, they already given, അമേരിക്ക ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്, ഇവര് ഭീകര പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ they may
fight for some time. They were trying to protect the strategic missions. I mean, അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിമാനം ചെയ്യും. അങ്ങനെ തന്നെ ഇസ്രായേലിന്റെ ഇതിനകത്തുള്ള ഒരു യുദ്ധത്തിന്റെ ഒരു പ്രതികരണങ്ങളെ കുറിച്ച് സത്യത്തിൽ ഇനി ഒരു വലിയൊരു മീഡിയേഷൻ ഇവിടെ ലോക രാജ്യങ്ങൾ അതിനുവേണ്ടി എഴുന്നേൽക്കണം. അമേരിക്കയും ഇതിൽ നിന്ന് മാറി ഈ ഒരു സ്ട്രാറ്റജി മാറ്റി ഇംഗ്ലണ്ടും അതിനുവേണ്ടിയാണ് ഇപ്പൊ ടു സ്റ്റേറ്റ് സൊല്യൂഷനെയാണ് നമ്മൾ ചെയ്യുന്നത്. സമാധാനപരമായി നിൽക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും ഒരു അന്തിമ പരിഹാരം വേണമെങ്കിൽ അത്തരത്തിലൊരു ടു സ്റ്റേറ്റ് നേഷൻ അല്ലെ ടു നേഷൻ തിയറി അത് പ്രാവർത്തികമാകണം. ഇപ്പോൾ റഷ്യയും ചൈനയും അറബ് രാഷ്ട്രങ്ങളും ഒക്കെ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാറി നിന്ന് അപലപിക്കുന്നതിലുപരിയായി ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും താങ്ക് യു വെരി മച്ച് ശ്രീ ടോമാദിത്യ, ശ്രീ വർഗീസ് കോരസൻ ആൻഡ് ശ്രീ നിർമ്മൽ എബ്രഹാം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇസ്രയേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിൽ നിന്ന് വിമാനം മിസൈൽ വിക്ഷേപിച്ചതായി സിറിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ച വാർത്തയ്ക്ക് പിന്നാലെ നടന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ സംഘർഷം ഇവിടെ അവസാനിക്കട്ടെ, അല്ലെങ്കിൽ ഇതിന് പരിഹാരമാകട്ടെ എന്ന പ്രതീക്ഷയോടെ അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.